യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. പഴയ ചില കാര്യങ്ങൾ ഞാൻ ഓർത്തുപോയി. ഒരു മനുഷ്യൻ അയാളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നവരുടെ മുന്നിൽ ഇത്രയ്ക്ക് അഭിനയിക്കാൻ പറ്റുമോ? എന്തൊക്കെ കള്ളങ്ങളാ അയാൾ എന്നോട് പറഞ്ഞത്. എന്റെ സ്നേഹത്തിന് ഒരു വിലയില്ലായിരുന്നു അമ്മ. എന്നോട് പഴയതൊന്നും ഓർമ്മിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ട് നീ തന്നെ ഇപ്പൊ അത് പറഞ്ഞു കരയാണോ? എത്ര മറക്കാൻ ശ്രമിച്ചാലും ചിലതൊക്കെ മനസ്സിലിങ്ങനെ തികട്ടി വന്നുകൊണ്ടിരിക്കും. മറക്കാൻ ശ്രമിക്കും തോറും ഓർമ്മകളിലേക്ക് അത് വരും. പറ്റുന്നില്ല എനിക്ക്. ചില നേരങ്ങളിൽ എനിക്ക് നിയന്ത്രണം വിട്ടു പോവാ. സമനില തെറ്റുന്ന പോലെ തോന്നും. ഈ ഒരു ഘട്ടത്തിനെ നിനക്ക് തരണം ചെയ്യാൻ പറ്റണം. മനസ്സിനെ ബലപ്പെടുത്തണം. എന്റെ മോൾക്കതിന് പറ്റും. എന്നാലേ ഇനി അങ്ങോട്ടുള്ള ലൈഫിനെ പതരാതെ ഫേസ് ചെയ്യാൻ പറ്റൂ. എന്റെ മാനസികാവസ്ഥ എങ്ങനെ അമ്മയെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് പോലെ എനിക്കറിയില്ല. അത്രയ്ക്ക് തകർന്നിരിക്കാ ഞാൻ. എനിക്കറിയാം മോളെ. ഇതുപോലെ ഒരുപാട് സിറ്റുവേഷൻസ് ഫേസ് ചെയ്തിട്ടാ അമ്മയുടെ മനസ്സും പാകപ്പെട്ടത്. സാമ്പത്തികമായിട്ട് അമ്മയെ ചതിച്ചവരുണ്ട്. പണത്തിനു വേണ്ടി മാത്രം സ്നേഹം നടിച്ച് കൂടെ നിന്ന് അമ്മയെ ചതിച്ചവരുണ്ട്. പക്ഷേ അതൊന്നും നമ്മളെ വേദനിപ്പിക്കില്ല. അതിൽ നിന്ന് കരകയറാനും എളുപ്പം. എണ്ണി പറഞ്ഞ് നഷ്ടത്തിന്റെ കണക്ക് വെച്ച് പരിഹാരം ചെയ്യാൻ പറ്റുന്നൊരു ബിസിനസ് അല്ലല്ലോ അമ്മ ഇത്. ജീവിതമല്ലേ. ഞാൻ കൊടുത്തത് വിലയിടാൻ പറ്റാത്തത്ര സ്നേഹമല്ലേ. ഞാൻ ഉള്ളറിഞ്ഞ് സ്നേഹിക്കുമ്പോഴും മനസ്സിന് കളവ് വെച്ചോണ്ട് ചിരിച്ചു കാണിച്ച് ചതിക്കയില്ലായിരുന്നു എന്നെ. പറ്റുന്നില്ല എനിക്ക്. തിരിച്ചു കയറാൻ ശ്രമിക്കുമ്പോഴൊക്കെ വീണ്ടും തകർന്നു പോവാ. വയ്യ എനിക്ക്. ഓ ഓ ഓ കരയല്ലേടാ മോളു. ഓ ഓ ഓ ഓ ഓ സാറേ പ്ലീസ് പോവാൻ നോക്ക്. സാറേ പ്ലീസ്, എന്റെ ജോലി പോകുന്ന കാര്യമാണ്. വേറെ ആരെയും കയറ്റിവിടണമെന്നാ മേഡം പറഞ്ഞിരിക്കുന്നേ. നീ പറയുന്ന ഒരാളുടെയും കൂട്ടത്തിൽ ഞാൻ പെടില്ല. സാറിന്റെ പേര് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്ത് സംഭവിച്ചാലും കയറ്റിവിടണമെന്നാ പറഞ്ഞിരിക്കുന്നേ. ഓഹോ, അങ്ങനെയാണോ? എങ്കിലൊന്ന് കാണാമല്ലോ. സാറേ മാറി നിൽക്കണം അങ്ങോട്ട്. സാറേ മാറി നിൽക്കണം. പ്ലീസ് മാറും. സാറേ സാർ തുറക്ക് സാറേ, തുറക്ക് സാറേ.
പോയിക്കേ. എടീ, പോയിക്കേ. ഒരു വട്ടമല്ല, പലവട്ടം നീ എന്നോട് പറഞ്ഞു പോയി ചത്തൂടെ എന്ന്. പേടിയില്ല, മരിക്കുന്നതിനൊരു തരുമ്പും പേടിയില്ല. പക്ഷേ ജീവിക്കാൻ കൊതിയുണ്ട്, അതിഭീമമായ കൊതി. അതുകൊണ്ട് മാത്രമാണ് മരിക്കാതിരിക്കുന്നത്. ജീവിക്കാനുള്ള കൊതിയെന്ന് ഞാൻ പറഞ്ഞ നിനക്ക് മനസ്സിലായോ? വെറുതെ അങ്ങ് ജീവിച്ചാ പോരാ, എനിക്ക് ജീവിക്കണമെങ്കിൽ നീ വേണം. നീ ഇല്ലാതൊരു ജീവിതമില്ല എനിക്ക്. അപ്പൊ പിന്നെ എന്താ വേണ്ടത്? നീ പറയുന്നത് അങ്ങോട്ട് അനുസരിക്കണം, എന്ന് വെച്ചാ ചാവണം. അതേടി, ചാകാൻ തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത്. മരിക്കാൻ തീരുമാനിച്ചു ഞാൻ. അപ്പൊ ഒരാഗ്രഹം, മരിക്കുന്നെങ്കിൽ അത് നിന്റെ കൺമുന്നിൽ വെച്ചാവണമെന്ന്. ഇത് തലവഴി ഞാനങ്ങ് ഒഴിക്കും, എന്നിട്ട് അടി കൂടി തീ കൊളുത്തും. നിന്റെ മുമ്പിൽ ഇങ്ങനെ പിടഞ്ഞ് പിടഞ്ഞ് വെന്ത് കത്തിയെരിഞ്ഞ് എനിക്ക് ചാമ്പലായി മാറണം. ചാവാൻ പോവാ ഞാൻ, ചാവാൻ പോവാ തന്നെയാ. ഇനി നിനക്ക് തീരുമാനിക്കാം. ഒന്നുകിൽ എന്റെ കൂടെ നീ വരണം, നമ്മുടെ കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങി വരണം. അതല്ലെങ്കിൽ ഇപ്പം നിന്റെ മുമ്പിൽ വെച്ച് ഒരു തീഗോളമായിട്ട് ഞാനങ്ങ് മാറും. പറ, എന്താ നിന്റെ തീരുമാനം? എനിക്കൊറ്റ തീരുമാനമേ ഉള്ളൂ. അതിന് ഈ ജന്മം മാറില്ല. ഇയാൾക്ക് ചാവുകയെ ജീവിക്കേ എന്ത് വേണമെങ്കിലും ആവാം, പക്ഷെ ഇതിനകത്ത് വേണ്ട. ഇറങ്ങു വെളിയില്. ഓ, ഇപ്പോഴും നിന്റെ തീരുമാനം അത് തന്നെയാണല്ലേ? ആയിക്കോട്ടെ. നിന്റെയും നമ്മുടെ കുഞ്ഞിന്റെയും മുമ്പിൽ വെച്ച് ചാകാൻ പോവാ ഞാൻ. ഇവള് പറഞ്ഞത് കേട്ടില്ലേ? നിനക്ക് ചാവണമെങ്കിൽ ആ റോഡിൽ പോയി മണ്ണൊഴിച്ച് കത്തിക്ക്. അത് ഈ വീടിനുള്ളിൽ വേണ്ട. സെക്യൂരിറ്റി, സെക്യൂരിറ്റി! നിങ്ങളെ വിളിച്ചാലൊന്നും ഒരു സെക്യൂരിറ്റിയും വരില്ല. ഞാൻ ചത്താലും ജീവിച്ചാലും അത് ഇവളുടെ അരികത്തായിരിക്കും. അതിലും മാറ്റമില്ല. ചാകാൻ തന്നെ എന്റെ തീരുമാനം.